വെൽക്കം ടു ട്രൂ ഇൻ്റർനാഷണൽ. ഈ തെലങ്കാന നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് എങ്ങനെ ഗുഡ് സ്റ്റാൻഡിങ് എടുക്കാം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിന് വേണ്ടത്, അങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? തെലങ്കാനയിൽ നിന്ന് രജിസ്ട്രേഷൻ ചെയ്ത് നഴ്സിംഗ് പഠിച്ചവരുടെ ഗുഡ് സ്റ്റാൻഡിങ്ങിൻ്റെ പ്രോസസ്സാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ബാക്കിയുള്ള ഡോക്ടേഴ്സിൻ്റെയും ബാക്കിയുള്ള പ്രൊഫഷണൽസിൻ്റെയും നമ്മൾ വരും സീരീസിൽ നമ്മൾ ചെയ്തു പോകുന്നതായിരിക്കും. അപ്പോൾ തെലങ്കാനയിൽ നഴ്സിംഗ് പഠിച്ച ആളുടെ ഗുഡ് സ്റ്റാൻഡിങ് എടുക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് തെലങ്കാന നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അത് എക്സ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ തെലങ്കാനയുടെ ഒരു റിന്യൂവൽ സർട്ടിഫിക്കറ്റും കൂടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി, ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പിന്നെ പാസ്പോർട്ട് കോപ്പി വേണം, പിന്നെ മെയിൽ ID, മൊബൈൽ നമ്പർ, അഡ്രസ്സ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഗുഡ് സ്റ്റാൻഡിങ് ഓർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, തെലങ്കാന റിന്യൂവൽ ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ തെലങ്കാന റിന്യൂവൽ ചെയ്തിട്ട് വേണം വരാൻ. അപ്പോൾ തെലങ്കാന റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേഴ്സ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു NUID കാർഡ് വേണം. അപ്പോൾ അത് ഡയറക്റ്റ്ലി കാൻഡിഡേറ്റിന് മാത്രമേ കൗൺസിൽ ത്രൂ അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് എടുത്തിട്ട് വേണം നമ്മൾ റിന്യൂവൽ ചെയ്യാനായിട്ട്. കാരണം ന്യൂവിൻ്റെ നമ്പർ അതിൽ ചോദിക്കുന്നതായിരിക്കും. അത് NID ഇപ്പോൾ മാൻഡേറ്ററി ആക്കി വരുവാണ്, എല്ലാ കൗൺസിലിലെ മാൻഡേറ്ററി ആക്കി വരുവാണ്. അപ്പോൾ ഇപ്പോൾ NID ചെയ്യാത്ത ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ NID പ്രോസസ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അല്ല, നമ്മളൊരു ജോബിന് കിട്ടിയിട്ട് ഈ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആവും. അതുപോലെ ഒരു ഡൗട്ടും കൂടെ ഉള്ളത്, ചിലർ വിചാരിക്കും NUID കാർഡ് ഉണ്ടെങ്കിൽ റിന്യൂവൽ ചെയ്യേണ്ട. കാരണം NUIDയിൽ ഓൾറെഡി നമ്മുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ വാലിഡ് ആണ്, ഇത്ര നാൾ വരെ വാലിഡിറ്റി ഉണ്ടെന്നുള്ള ഒരു മെൻഷനിങ് NUIDയിൽ വരും. പക്ഷെ അത് ഉള്ളത് കൊണ്ട് റിന്യൂവൽ വേണ്ട എന്നല്ല, റിന്യൂവൽ നമുക്ക് മാൻഡേറ്ററി ആയിട്ടും എടുക്കണം. റിന്യൂവലിൻ്റെ കോപ്പി മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ തെലങ്കാന നഴ്സിംഗ് കൗൺസിലിൻ്റെ ഗുഡ് സ്റ്റാൻഡിങ് ഓർ വെരിഫിക്കേഷൻ. പിന്നെ നമുക്ക് വേണ്ടത് ഏത് എബ്രോഡ് കൗൺസിലിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് മെൻഷൻ ചെയ്തതാണെന്നുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ആ കൗൺസിലിൻ്റെ അഡ്രസ്സോ വേറെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ നമുക്ക് കമൻസ് ആയിട്ട് ചോദിക്കാം. അല്ല, എമർജൻസി ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മൾ ടീം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ആന്ധ്ര ആണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ ആന്ധ്ര നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈ.